differentiability of a complex function. Let f be a complex function whose domain of definition contains a neighborhood of a point z0. Then f is said to be differentiable at z0 if the limit delta z tends to 0, f of z0 plus delta z minus f of z0 divided by delta z exists. The value of the limit, if it exists, is denoted by f dash of z0 and it is called the derivative of f at z0. That is, f dash of z0 is equal to limit delta z tends to 0, f of z0 plus delta z minus f of z divided by delta z. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താന്ന് പറഞ്ഞു, നമ്മൾ കണ്ടിന്യൂറ്റി എന്താന്ന് പറഞ്ഞു, ഇനി വരുന്നതാണ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് എവിടെ, അതിൻ്റെ ഹൂസ് ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ, ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടെയ്ൻസ് എ നൈബർഹുഡ് ഓഫ് എ പോയിന്റ് z0 അല്ലെ, z0 എന്നുള്ള ഒരു പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിലാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനെ എന്ത് പറയുന്നത്, കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുന്ന കേസ് പറയും. ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് z0. അതായത് ആ z0 ഇത് ഡിഫറൻഷ്യബിൾ, കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. ഡെൽറ്റ സെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ സെഡ് നമുക്കറിയാം അല്ലേ, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ആണ്. ദെൻ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്മോൾ ഇൻക്രിമെൻ്റ് ആണ് അല്ലേ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് ആണ് അല്ലേ, എക്സിൽ നിന്നും കുറച്ച് ഒരു വ്യത്യാസപ്പെട്ട ഒരു വാല്യൂ, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡ്. ഓക്കെ, z0 എന്നുള്ള പോയിൻറ്റും പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്, അത് എക്സിസ്റ്റ് ചെയ്യണം. z0 എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഇവിടെ z0 യൂസ് ചെയ്തത്. ദെൻ അങ്ങനെയല്ല, ഒരു ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് z എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ z0നെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ z0 എന്നുള്ള പോയിന്റിനകത്ത് ഈ എഫ് എന്നുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ, ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് ഓഫ് z0. z0ലാവുകൊണ്ട് എഫ് ഡാഷ് ഓഫ് z0 അല്ലെങ്കിൽ z എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് z എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് z0. ഓക്കെ, ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് z0 എന്ന് എഴുതും. ദെൻ അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് z0നെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് z0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0, എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഓക്കെ, അപ്പോൾ ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് w, സാധാരണ നമ്മൾ w ഇസ് ഈക്വൽ ടു എഫ് ഓഫ് z എന്നാണ് കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ദ ഡെറിവേറ്റീവ് ഓഫ് w ഇസ് ഈക്വൽ ടു എഫ് ഓഫ് z അറ്റ് എനി പോയിന്റ് z ക്യാൻ ബി ഡിനോട്ടഡ് ബൈ, നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് z എന്നാണ് നമ്മൾ സാധാരണ റിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, z അല്ല എക്സ് എന്നുള്ള ഒരു വാല്യൂൻ്റെ നമ്മൾ പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാറ് അല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഡി ബൈ ഡി സെറ്റ് ഓഫ് എഫ് ഓഫ് സെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ഡബ്ല്യു ബൈ ഡി സെറ്റ് എന്ന് എഴുതാം. ദെൻ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എല്ലാ ഡിഫറൻഷ്യബിൾ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് z0 എന്നാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0 എന്ന് പറയാം. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആണോ എങ്കിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ബട്ട് കണ്ടിന്യൂറ്റി നോട്ട് ഇംപ്ലൈസ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ. ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ z0നെ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഇവിടെ നൈബർഹുഡിലാണ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു z0ൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. z0ഉം ഡെൽറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എഴുതിയില്ല, അതായത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. അതായത് ആ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ z എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റ് അല്ലേ, ഡെൽറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ആണ്. ദെൻ മൈനസ് എഫ് ഓഫ് z ഡിവൈഡ് ബൈ ഡെൽറ്റ സെറ്റ്, അത് എക്സിസ്റ്റ് ചെയ്യണം. അത് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇതിനെ എഫ് ഡാഷ് ഓഫ് z0 ഡിനോട്ട് ചെയ്യാം. അത് ഡെറിവേറ്റീവ് ഓഫ്, അതിനെ വിളിക്കുന്നത് എന്താണ്, ഡെറിവേറ്റീവ് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, റിയലിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിനെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ,
ദെൻ നമുക്ക് ഡിഫറൻസിയേഷൻ്റെ റൂളുകൾ വരുന്നുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് റൂൾ, സം റൂൾ, പ്രൊഡക്റ്റ് റൂൾ, അങ്ങനെയുള്ള റൂളുകൾ വരും. നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോ വേർ ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്നുള്ളത് എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻഷ്യബിളിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അതായത് സെഡ് എന്നുള്ള നമ്മൾ ഒരു സെഡ് നോട്ട് എന്നുള്ള നൈബർഹുഡിലാണ് പറഞ്ഞത്. ടോട്ടൽ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അല്ലേ, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. ഇത് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. നമ്മൾ എടുത്തപ്പോൾ സെറ്റ് നോട്ട് എന്നുള്ള കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആയിരുന്നു നമ്മൾ ഡെഫിനിഷനിൽ സെറ്റ് നോട്ട് എന്നുള്ളതായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ടോട്ടൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എക്സിസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തിരുന്നത്? എഫ് ഡാഷ് ഓഫ് സെഡ് അല്ലേ. സെഡ് നോട്ട് ആയപ്പോൾ ഇവിടെ സെഡ് നോട്ട് ആയപ്പോൾ സെഡ് നോട്ട് എന്നുള്ളത്, ഇതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ്. അപ്പോൾ ഈ എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്നുള്ളത് നോ വേർ ഡിഫറൻഷ്യബിൾ എന്നാണ്. അതായത് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതുപോലൊരു പ്രോബ്ലം നമ്മൾ ലിമിറ്റിൻ്റെ കേസിലും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് ലിമിറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം കോംപ്ലക്സ് ഫംഗ്ഷന് റിയൽ ആക്സിസും അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസും ഉണ്ട് അല്ലേ. അപ്പോൾ റിയൽ ആക്സിസിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലിമിറ്റും അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിമിറ്റും ഡിഫറെൻ്റ് ആണെന്ന് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ദെൻ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻഷ്യബിലിറ്റിൻ്റെ ഡെഫിനിഷൻ. നോ വേർ ഡിഫറൻഷ്യബിൾ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹിയർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേർ സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക അല്ലേ. അതായത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് ബാർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്തായിരിക്കും? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ ബാർ അല്ലേ. എഫ് ഓഫ് സെഡ് ബാർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്തായിരിക്കും? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ ബാർ മൈനസ് എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് ബാർ അല്ലേ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം കോൺജുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ബാർ പ്ലസ് ഡെൽറ്റ സെഡ് ബാർ ഓക്കെ മൈനസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ ഈ സെഡ് ബാറും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഓക്കെ, ക്ലിയർ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ സെഡ് എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഡെൽറ്റ സെഡ് ബാർ എന്തായിരിക്കും? അതിൻ്റെ കോൺജുഗേറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്നുണ്ടെങ്കിൽ സെഡ് ബാർ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? എക്സ് മൈനസ് ഐ വൈ അല്ലേ. അതിൻ്റെ നെഗറ്റീവ്, അതായത് ഇമാജിനറി പാർട്ടിൽ നെഗറ്റീവ് വരും. അപ്പോൾ ഡെൽറ്റ സെഡ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ വൈ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ സെഡ് ബാർ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്താ കിട്ടിയത്? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എലോങ്, ഞാൻ ഫസ്റ്റ് റിയൽ ആക്സിസ് എടുക്കുന്നു കേട്ടോ, എലോങ് റിയൽ ആക്സിസ്. ദെൻ
റിയൽ ആക്സിസിൽ ഡെൽറ്റ വൈ എന്തായിരിക്കും നമുക്കറിയാം അല്ലേ. എക്സ് ആക്സിസിൽ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈൻ എക്സ് ആക്സിസ് ആണ്. അവിടെ വൈ എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ എന്തായിരിക്കും 0 ആയിരിക്കും. ദെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കുക അല്ലേ. നമ്മളിതുപോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്തതായിരുന്നു ലിമിറ്റിൽ. ദെൻ നമുക്ക് എന്തെഴുതാം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗം ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണെന്നുള്ളത്. ദെൻ അതിന് ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ ആക്സിസിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ആണ്. അവിടെ ഡെൽറ്റ വൈ 0 ആണ്. ഡെൽറ്റ എക്സ് എന്താണ് ടെൻസ് ടു 0. ഡെൽറ്റ എക്സ് ടെൻ ടു 0 ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എഫ് ഓഫ് ഡെൽറ്റ ഇതിന് പകരം അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് എങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്താണ് ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സും ഇത് പോയി അല്ലേ. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 കിട്ടും അല്ലേ. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1 അല്ലേ. കോൺസ്റ്റൻറ്റിലെ ലിമിറ്റ് എന്താണ്, അത് തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് റിയൽ ആക്സിസിലൂടെ പോയപ്പോൾ ലിമിറ്റ് എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ ലിമിറ്റ് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ ലിമിറ്റ് 1 അല്ല വേറൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇമാജിനറി ആക്സിസിലൂടെ ലിമിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാം, നൗ ലെറ്റ്സ് delta z tends to 0 along the imaginary axis അല്ലേ. along imaginary ആക്സിസിൽ ഡെൽറ്റ എക്സ് എന്താണ് 0 ആണ് അല്ലേ. ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണ്. ദെൻ ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് മൈനസ് ആണ് അല്ലേ. മൈനസ് ഇവിടെ പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്നിട്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സിനാണ് നമ്മൾ 0 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ 0 എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും, 0 മൈനസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ എന്ത് വരും, 0 പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ ഡെൽറ്റ വൈ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എന്താ വരിക, -1 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 -1 വരും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക, കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് അത് തന്നെയാണ് വരും അല്ലേ, -1 വരും. അപ്പോൾ നമുക്ക് ഇമാജിനറി ആക്സിസിലൂടെ പോയപ്പോൾ -1 ആണെന്നും റിയൽ ആക്സിസിലൂടെ പോയപ്പോൾ എന്താ കിട്ടിയത്, റിയൽ ആക്സിസിലൂടെ പോയപ്പോൾ 1 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എന്താ കിട്ടിയത്, റിയൽ ആക്സിസിലൂടെ 1ഉം ഇമാജിനറി ആക്സിസിലൂടെ -. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടി അല്ലേ. റിയൽ ആക്സിസിൽ 1 ആണ് കിട്ടിയത്, ഇമാജിനറി ആക്സിസിൽ -1 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ. ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് nowhere differentiable. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. അതുകൊണ്ട് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്. ഇതിൽ കുറച്ച് ചെയ്താൽ മതി. പക്ഷേ ഡിഫറൻഷ്യബിൾ ഓൺലി എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സെഡ് ഈക്വൽ ടു 0ൽ ഡിഫറൻഷ്യബിൾ ആണെന്നും സെഡ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ, അതായത് സെഡ് 0 അല്ലാത്ത ബാക്കി എല്ലാ കേസിലും ഡിഫറൻഷ്യബിൾ അല്ല എന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ആറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ സെഡ് ഈക്വൽ ടു 0ൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഓൺലി എന്നുള്ളത് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം, സെഡ് നോട്ട് ഈക്വൽ ടു 0ലും കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താണ്, മോഡ് സെഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് എങ്ങനെയാണ് കാണിച്ചത്, ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിച്ചു അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻഷ്യബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെഡ് നോട്ട് എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് എന്നുള്ളത് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. ഇവിടെ എഫ് ഓഫ് സെഡ് നമ്മളിങ്ങനെയാണ് സാധാരണ എഴുതാറുള്ളത്, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് അല്ലേ, അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്നാണ് എഴുതാറുള്ളത്. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും, സെഡ് നോട്ട് പ്ലസ്, ഇപ്പോൾ ശരിക്കും സെഡിൻ്റെ പ്ലേസിൽ എന്താ വരേണ്ടത്, എഫ് ഓഫ് സെഡ് നോട്ടാണ് അല്ലേ. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ഇവിടെ ഈ ഒരു ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് മൈനസ് സെഡ് നോട്ട് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് സെഡ് നോട്ട് ഇങ്ങനെ എഴുതാം അല്ലേ, എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എഫ് ഓഫ് സെഡ് എന്ന് വരും. ഓക്കെ, ആ എഫ് ഓഫ് സെഡ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ശരിക്കും എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്നാണ്. ഇവിടെ എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാം അല്ലേ. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് സെഡ് മൈനസ് ഇട്ടാൽ മതി കേട്ടോ, എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എഫ് ഓഫ് സെഡ് ആയി മാറില്ലേ. അതാണ് ഇവിടെ എഴുതിയത്, എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 അല്ലേ, ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് സെഡ് എന്താണ്, മോഡ് സെഡ് സ്ക്വയർ ആണ്. മോഡ് സെഡ് സ്ക്വയർ മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോഡ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. സെഡ് നോട്ട് എന്താണ് ഇവിടെ 0 ആണ് അല്ലേ, സെഡ് മൈനസ് 0 എന്ന് വരും. മോഡ് സെഡ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് സെഡ് ബാർ എന്ന് എഴുതാം അല്ലേ. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, സെഡ് സെഡ് ബാർ എന്നുള്ളത് ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. ഡിവൈഡഡ് ബൈ സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു സെഡും സെഡും ക്യാൻസൽ ചെയ്താൽ സെഡ് ബാർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 0 ഈസ് ഈക്വൽ ടു സെഡ് ബാർ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് ലിമിറ്റ് കൊടുക്കുക, അതായത് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇത് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. കാരണം എന്താണ്, ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് 0 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 സെഡ് ബാർ ആണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്താണ്, ഇത് നമുക്ക് കിട്ടി, ഇത് വാല്യൂ നമുക്ക് കിട്ടി സെഡ് ബാർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സെഡ് ബാർ എന്ന് കൊടുത്താൽ 0 എന്ന് വരും. കാരണം സെഡ് ബാർ 0യിലേക്ക് പോകും എപ്പോൾ, സെഡ് 0യിലേക്ക് പോകുമ്പോൾ. ഇവിടെ സെഡ് ടെൻസ് ടു 0 ആണ്, അപ്പോൾ ഓൾറെഡി സെഡ് ബാറും എന്തിലേക്കാണ് പോവുക, 0യിലേക്കാണ് പോവുക. അതാണ് ഇവിടെ സിൻസ് എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 0 എന്നുള്ള സെഡ് ബാർ ആണെന്ന് കിട്ടിയിരുന്നു. അതിന് ലിമിറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ആൻസർ 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, therefore f of z is differentiable at z equal to 0 അല്ലേ. z 0 ആണെന്ന് എടുത്തപ്പോൾ z equal to z naught that is equal to 0 ആണെന്ന് എടുത്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണ് കിട്ടി അല്ലേ. z ഈക്വൽ ടു 0ൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി. ആൻഡ് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവുമ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ. ഇവിടെ ഓൺലി അറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തും കൂടെ പ്രൂവ് ചെയ്യണം, സെഡ് നോട്ട് ഈക്വൽ ടു 0ൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുക, സെഡ് നോട്ട് ഈക്വൽ ടു 0 ലെറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അതിന് ഡിഫറെൻറ്റ് പാത്തിലൂടെ നമ്മൾ
കൊണ്ടുപോകും അല്ലേ. അതായത് റിയൽ ആക്സിസിലൂടെ കൊണ്ടുപോകുമ്പോഴും ഇമാജിനറി ആക്സിസിലൂടെ കൊണ്ടുപോകുമ്പോഴും എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, z നോട്ട് ഈക്വൽ ടു 0-ൽ ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, z ഈക്വൽ ടു 0-ൽ മാത്രമേ ഉള്ളൂ ലിമിറ്റ് ഉള്ളത്, അത് 0 ആണെന്ന് കിട്ടും അല്ലേ, ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെന്ത് വരും, നമുക്കറിയാം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എങ്ങനെ എഴുതാം, എഫ് ഓഫ് സെഡ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ അല്ലേ, മൈനസ് എഫ് ഓഫ് സെഡ് എന്താണ്, മോഡ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് നമുക്ക് എങ്ങനെ എഴുതാം, സെഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം അല്ലേ, പ്ലസ് ഡെൽറ്റ സെഡിനെ എന്ത് എഴുതാം, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ മൈനസ് സെഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡിനെ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് അല്ലേ, അതായത് അതിൻ്റെ റിയൽ ആക്സിസുകൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് ഒരുമിച്ച് എഴുതാം, പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ അല്ലേ, വൈ ടേംസിനെ ഒരുമിച്ച് എഴുതാം. ഓക്കെ, ദെൻ മൈനസ് എന്ത് വരും, ഈ ഒരു ടേം വരും ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് ഒരുമിച്ച് എഴുതി ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ എന്നിട്ട് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു, അവിടെ ഐ സ്ക്വയർ ഉണ്ടാവുന്നുണ്ട് അതിന് എഴുതുന്നില്ല, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2y ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ടല്ലേ, ഡിവൈഡഡ് ബൈ ഇത് കൊടുത്തു. അപ്പോൾ ഇതിൽ ഒരു എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും, ദെൻ വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ടേമിനെ നമ്മൾ ഇങ്ങനെ എഴുതാം. ബാക്കി ഇവിടെ 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, അതിൽ നിന്നൊരു ഡെൽറ്റ എക്സ് ഔട്ട് സൈഡ് എടുക്കുന്നതാണ്, ദെൻ 2x പ്ലസ് ഡെൽറ്റ എക്സ് വരും പ്ലസ് ഡെൽറ്റ വൈ ഇതിന്ന് ഔട്ട് സൈഡ് എടുക്കുക, അപ്പോൾ ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ടേം വരുന്നത്, അതായത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടേമാണ് വരുന്നത്. ഇനി അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് കേട്ടോ, ഈ ഒരു ഡിഫറൻഷ്യബിൾ എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ദി റിയൽ ആക്സിസ്, അപ്പോൾ റിയൽ ആക്സിസിൽ ഡെൽറ്റ വൈ 0 ആയിരിക്കും, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയിരിക്കും, ദെൻ ലിമിറ്റ് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആൻഡ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇത്രയും ടേമാണ് ഇത് അല്ലേ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടേമാണെന്ന്, അപ്പോൾ ഇത് നമ്മളവിടെ കൊടുത്തു. ദെൻ ഡെൽറ്റ വൈ 0 ആവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടേം അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ ഇത്രയും ടേം 0 ആയി പോകും, അപ്പോൾ ബാക്കിയുള്ള ടേമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ എക്സ് 0-യിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഈ ഡെൽറ്റ എക്സ് 0-യിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഈ 2x മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഇവിടെ ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യാം, ദെൻ 2x മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് റിയൽ ആക്സിസിലൂടെ പോകുമ്പോൾ ലിമിറ്റ് 2x ആണെന്ന് കിട്ടി. ഇനി ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ എന്താണെന്ന് നോക്കാം. ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ ഡെൽറ്റ എക്സ് 0 ആയിരിക്കും ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം, അതുപോലെ തന്നെ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 പ്ലസ് ഡെൽറ്റ വൈ അല്ലേ, കാരണം ഇവിടെ ഡെൽറ്റ എക്സ് ആണ് 0 വരുന്നത്, അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ പ്ലേസിൽ 0 ആയി പോകും. ദെൻ ഈ ഡെൽറ്റ വൈയും ക്യാൻസൽ ചെയ്യാം നമുക്ക് അല്ലേ, 2y എന്ന് വരും, ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം 0-യിലേക്ക് പോകും, ദാറ്റ് ഈസ് 2y ബൈ i ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇമാജിനറി ആക്സിസിലൂടെ പോയപ്പോൾ ലിമിറ്റ് വേറെയാണ്, റിയൽ ആക്സിസിലൂടെ പോയപ്പോൾ ലിമിറ്റ് വേറെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, സീൻസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ടെൻസ് ടു ഡിഫറെൻറ്റ് ലിമിറ്റ് ആസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ഡിഫറെൻറ്റ് വേസ് അല്ലേ. Therefore, limit delta z tends to 0, f of z plus delta z minus f of z divided by delta z does not exist for all z not equal to 0. Hence, f of z is equal to mod z square is not differentiable at z not equal to 0 and it is differentiable only at z is equal to 0. Okay. z equal to 0 നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു, then z not equal to 0 കൂടെ പ്രൂവ് ചെയ്താലുള്ളൂ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ് വേർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ആണ് അല്ലേ, ഇത് ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഹിയർ
എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ആണ് അല്ലേ. ഇതിൻ്റെ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് ഇത് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന് എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്താൽ മതി അല്ലേ. എഫ് ഡാഷ് ഓഫ് സെഡ് എങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക? നമുക്കറിയാം സാധാരണ ഒരു സെഡ് റേസ് ടു എൻ എങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെയാണ് എഴുതാറുള്ളത്? എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് വൺ അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് സാധാരണ കോംപ്ലക്സ് അല്ലാതെ റിയലിൽ എഴുതാറുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെയാണ് എഴുതാറുള്ളത്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ അല്ലേ. അതുപോലെ നമുക്ക് എഫ് ഓഫ് സെഡിന് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇത് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് സെഡ് റേസ് ടു എൻ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്തായിരിക്കും? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ റേസ് ടു എൻ മൈനസ് സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് എഴുതാം 1 ഡെൽറ്റ സെഡിനെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ് ഇൻറ്റു ഇവിടെ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ റേസ് ടു എന്നിന് ഞാൻ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ വരുന്നത് നിങ്ങൾക്കറിയോ? എ പ്ലസ് ബി ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് അല്ലേ, അങ്ങനെയാണ് പോകുന്നത്. ലാസ്റ്റ് എക്സെട്ര ബി റേസ് ടു എൻ എന്നുള്ളൊരു ടേം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? സെഡ് റേസ് ടു എൻ പ്ലസ് എൻ സി വൺ സെഡ് റേസ് ടു അല്ലേ, എ റേസ് ടു പറയുമ്പോൾ സെഡ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് എൻ സി ടു സെഡ് റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ബി റേസ് ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെഡ് റേസ് ടു ഡെൽറ്റ സെഡ് ബി റേസ് ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ അല്ലേ. പിന്നെ എന്തുണ്ട്? ഒരു മൈനസ് സെഡ് റേസ് ടു എന്നും കൂടെ ഇവിടെ ഉണ്ട്. കാരണം ഇത്രയും ടേമിൻ്റെ നമ്മൾ എഴുതി, ഇവിടെ ഒരു മൈനസ് സെഡ് റേസ് ടു എൻ ഉണ്ട്. അപ്പോൾ നമുക്കതിനെ മൈനസ് സെഡ് റേസ് ടു എൻ എഴുതാം. ഓക്കെ, ഈക്വൽ ടു ഇവിടെ നോക്ക് സെഡ് റേസ് ടു എന്നും മൈനസ് സെഡ് റേസ് ടു എന്നും ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ബാക്കി വരുന്ന ടേം എന്താണ്? എൻ സി വൺ അല്ലേ. എൻ സി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ആണല്ലോ, നിങ്ങൾക്കറിയില്ലേ. ദെൻ സെഡ് റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വരും? സെഡ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് അടുത്തത് എന്താണ്? എൻ സി ടു. എൻ സി ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് ടു അല്ലേ. ദെൻ ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സെഡ് ആയിട്ട് മാറും. കാരണം ഇവിടെ ഒരു ഡെൽറ്റ സെഡ് ഉണ്ട്, നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡെൽറ്റ സെഡ് ആയിട്ട് മാറും. പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് വരും? ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ മൈനസ് വൺ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്താണെന്ന് കിട്ടി? ഇത്രയും ടേമാണ് കിട്ടി അല്ലേ. ഇനി നമുക്കതിന് ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്ക്, നിങ്ങൾ ഡെൽറ്റ സെഡിനാണ് 0 കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ടേമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ സെഡിന് 0 എന്ന് കൊടുക്കുക പറഞ്ഞാൽ ഇതിൽ ഡെൽറ്റ സെഡ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസിലും ഡെൽറ്റ സെഡ് ഉണ്ട്, ഇതിൽ മാത്രമല്ല അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? എൻ സെഡ് എൻ മൈനസ് വൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് സെഡ് അല്ലേ. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഡാഷ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സെഡ് റേസ് ടു എൻ മൈനസ് വൺ ആണ് കിട്ടി. നമുക്കറിയാം, നമുക്ക് തന്നിരുന്നു എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് എന്താണെന്ന് കിട്ടി? എൻ സെഡ് റേസ് ടു എൻ മൈനസ് വൺ ആണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ഡിഫറൻഷ്യബിൾ ആണെന്നാ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഡെൽറ്റ സെഡ് എല്ലാത്തിലും ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഒരു ടേം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടും. ക്ലിയർ?